Hi, hello guys. Welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. റുട്ടീനൊന്നും ആയിട്ടല്ല, ഞാൻ എൻ്റെ ഈ ഒരു 2-3 ദിവസം ഷൂട്ട് ചെയ്തതാണ്. വെള്ളി, ശനി, ഞായർ ഉച്ചയൊക്കെ വരെ അങ്ങനെയാണ് ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വീക്ക് ഓഫ് സ്കൂളിലെ കുറച്ച് ഡേ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്കൂൾ റുട്ടീൻ അങ്ങനെയൊക്കെ എടുക്കണം എന്ന് ഓർത്താണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് സ്കൂൾ അത്ര സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല. കുറച്ചേറെ പാടായിരുന്നു മാനേജ് ചെയ്യാൻ. ഞാൻ ഭയങ്കര എക്സ്ഹോസ്റ്റഡ് ആവുമായിരുന്നു സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട്. അതുമല്ല ഫിസിക്സ് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഏറെയായിരുന്നു പ്ലസ് ടുവിൽ. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ മിസ്സ് കുറേ NCERT ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. സൈലത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത്, പക്ഷേ രണ്ടുപേരുടെയും പഠിപ്പിക്കുന്ന രീതിയൊക്കെ വ്യത്യാസമാണ്. അതുപോലെ ഞങ്ങളുടെ പ്ലസ് വണ്ണിൽ പഠിപ്പിച്ചിരുന്ന ഫിസിക്സ് സാറായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. നോട്ട്സ് തരുന്നതാണെങ്കിലും സാറിൻ്റെ നോട്ട്സൊക്കെ പഠിക്കാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ടഫാണ്, നമുക്ക് കുറേ ടൈം എടുത്ത് തലയിൽ കയറേണ്ട പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വേറെ നോട്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സൈറ്റിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത ഫിസിക്സിൻ്റെ നോട്ട്, അതായത് പ്ലസ് ടുവിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേരോ ഒന്ന് ഷെയർ ചെയ്യുമോ? അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ഒതുക്കായിരുന്നു. കാരണം വെള്ളിയാഴ്ച പ്രതീക്ഷിക്കാതെ കിട്ടിയ ലീവാണല്ലോ, നമുക്ക് പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ രാത്രിയിലാണ് സാറ് മെസ്സേജ് ഇട്ടത് ലീവ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം ഒന്നും പഠിച്ചില്ല, വൈകിട്ട് വരെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ടേബിൾ ഒന്ന് ഒതുക്കി. അപ്പോൾ എൻ്റെ വീഡിയോ തന്നെയാണ് കണ്ടത്, അതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സുവോളജി പടം വരയ്ക്കാനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ളൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ വ്ളോഗ്സാണ് കാണാൻ താല്പര്യം അല്ലെങ്കിൽ കണ്ടൻറ് സജഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ പേര്, അതായത് എനിക്ക് തോന്നുന്നു 2-3 പേര് പറഞ്ഞിട്ടുള്ളത് ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ തന്നെയാണ്. പിന്നെ കൂടുതൽ പേരും കമൻറ്റ് ബോക്സിൽ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം അത്യാവശ്യം കുറച്ച് പേര് എന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ കുറച്ച് പേരുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവർ എന്നെപ്പോലെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി പ്ലസ് ടുവിൽ മാക്സിമം ട്രൈ ചെയ്യാമെന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഇനി അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതോ ഒത്തിരി ആലോചിക്കുന്നത് കൊണ്ടോ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പ്ലസ് ടുവിന് മാക്സിമം ട്രൈ ചെയ്യാം, അതേ ഉള്ളൂ ഇനി മുമ്പിലൊരു വഴി. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ എഴുതാട്ടോ. ഞാൻ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് 3 വിഷയം എഴുതുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ഇംഗ്ലീഷ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മൂന്നാമതൊരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാനില്ലെങ്കിൽ അത് ഇംഗ്ലീഷ് തന്നെ ഇമ്പ്രൂവ് ചെയ്തോളൂ. കാരണം പ്ലസ് ടു ഇംഗ്ലീഷ് സ്കോർ ചെയ്യുന്ന അത്ര ഈസി അല്ല, അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കും എന്നൊക്കെ സാറ് പറഞ്ഞു. പിന്നെ എന്തായാലും ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം ആ സമയത്ത് ഞാൻ എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുമായിരുന്നു, എഴുതി വെച്ചതാണെങ്കിലും സ്റ്റിക്കി നോട്ടിലൊക്കെ. അപ്പോൾ ഏതൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് ചോദിച്ചപ്പം ആരോ എന്നോട് സൈലത്തിലെ ക്ലാസ്സസൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് എന്തായാലും ഒരു 1-2 ആഴ്ച എന്തായാലും വേണം ഈ ഒരു റുട്ടീനിലേക്ക് കറക്റ്റായിട്ട് സെറ്റായി സ്കൂളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സും ബാച്ചിലർ ക്ലാസ്സും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ടൈം വേണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കറക്റ്റ് ഒരു റുട്ടീനായിട്ടില്ല കേട്ടോ. ആ വീഡിയോ എന്തായാലും കുറച്ച് താമസിച്ചാലും ഈ മാസം തന്നെ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ടൗണിലൊക്കെ വന്നു കഴിഞ്ഞ് ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്നും പോകുന്ന കടയൊന്നും ഓപ്പൺ അല്ലായിരുന്നു, പെരുന്നാളൊക്കെ ആയതുകൊണ്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഷാർജ ഷേക്കായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യമെന്നൊരു ഐഡിയ കിട്ടി. അതായത് ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ, സ്കൂൾ മോർണിംഗ് റുട്ടീൻ, ഡേ ഇൻ മൈ ലൈഫ്, അതൊക്കെയാണ് എനിക്ക് സജഷൻസിൽ വന്ന വീഡിയോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കൂൾ വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സ്കൂൾ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം കേട്ടോ. ചിലർക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ 10th വരെയൊക്കെ ഉള്ളവർക്ക് വലിയ കുഴപ്പം ഉണ്ടായിരിക്കില്ല, അത്ര സ്പീഡിലൊന്നും പോവില്ല. ഇപ്പം ഓബിയസ്ലി പ്ലസ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറച്ച് സ്മൂത്ത് ആയിട്ടായിരിക്കും പോവുക. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞു അത്യാവശ്യം സ്പീഡിൽ നമുക്ക് പോർഷൻ കവർ ചെയ്താലേ, അതായത് എല്ലാ പോർഷനും കവർ ചെയ്യാനുള്ള ഒരു കറക്റ്റ് ടൈമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യണം. സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉടനെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫിസിക്സ് സാറും മലയാളം ടീച്ചറും ഒക്കെ ട്രാൻസ്ഫർ ആയി പോയി, ബാക്കി എല്ലാവരും സെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഐഡിയ കിട്ടും പ്ലസ് ടു എങ്ങനെയായിരിക്കും എന്നൊക്കെ. പിന്നെ പഠിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമായി പോയല്ലോ, പഠിച്ചില്ലെങ്കിൽ നഷ്ടം എനിക്ക് മാത്രമായിരിക്കും അവസാനം. അതുകൊണ്ട് എന്നെ പുള്ള് ചെയ്യേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്.
പിന്നെ വീട്ടുകാരും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് പഠിക്കാനൊക്കെ പറ്റുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് പ്ലസ് ടുവിന് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ലൈഫ് അവിടെ നിന്നൊന്നും പോവില്ല. പക്ഷേ നമുക്ക് നല്ല കോളേജിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് അല്ലെങ്കിൽ നല്ല മാർക്ക് തന്നെ വേണം പ്ലസ് ടുവിന്. അതിൽ നല്ലപോലെ പഠിച്ചേ പറ്റുള്ളൂ. നമ്മളോട് നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്നത് SSLC ആണ് ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻറ്റും, SSLCയിൽ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ജീവിതം നിന്നു പോകും എന്നൊക്കെയാണ് നാട്ടുകാരും വീട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ ബിൽഡപ്പ് കൊടുക്കുന്നത്. പക്ഷെ അത് അത്രയൊന്നും ഇല്ലെന്ന് SSLC കഴിഞ്ഞ് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ അത് നമുക്ക് ആ സമയത്ത് പഠിക്കുമ്പം SSLCയിൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാവില്ല. പിന്നെ അപ്പോൾ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ്. നമുക്ക് ആ ഒരു ഏജിൽ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണത്. പിന്നെ നമ്മുടെ മാക്സിമം ചെയ്യാം, നമ്മുടെ 100% കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഏത് റിസൾട്ടിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കാരണം നമുക്കറിയാം ബിക്കോണ്ട് നമുക്കൊന്നും പറ്റില്ലെന്ന്. ഈ പ്രാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ് അതിൽ ഹാപ്പി ആയിരുന്നതുകൊണ്ട് എനിക്കും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ റിസൾട്ടിൽ നമ്മളെക്കാളും കൂടുതൽ ഹാപ്പി ആവുന്നത് നമ്മുടെ പേരൻസ് തന്നെയാണ്. ഇപ്പം എനിക്കത് SSLCയിലാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതും. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു റിസൾട്ട് വന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾ റിസൾട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ കുറച്ച് പേര് എന്നോട് ഇടയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഇത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുക, പഠിക്കുമ്പോൾ മടി വരാതിരിക്കുകയെന്ന്. ഞാൻ ഈ റിസൾട്ട് വരുന്ന ദിവസം മനസ്സിൽ ധ്യാനിക്കും. പിന്നെ പഠിക്കാമെന്ന് പറയുന്ന ഒരു മാർഗ്ഗം മാത്രമല്ലേ മുമ്പിലുള്ളൂ, അതുകൊണ്ട് പഠിക്കും. പിന്നെന്താ, വേറൊന്നുമില്ല കേട്ടോ പറയാൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ കുറച്ച് ലാഗായി പോയില്ലേ?